ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മെന്റർ ഒരാളായിരിക്കും. ഞാൻ സ്കൂളിന്റെ കാര്യം പറഞ്ഞു ഇന്ന് ഉണ്ടാക്കാൻ പറഞ്ഞ ഡിഷിന്റെ പേര് ജീല ആലുവാണ്. അതിന് തക്കാളി എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ശരിയായോ? നമസ്കാരം അജയേട്ടാ, സ്വാഗതം. സുഖാണല്ലോ അല്ലേ? പിന്നെ സുഖം തന്നെ. സുഖം. പ്രേമിക്കുന്ന സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. അതിപ്പോ ഈ പ്രേമിയെ കാണുമ്പോ തന്നെ അറിയാം. എന്താ ക്ഷീണിച്ചു പോയോ? അല്ലല്ല, ആ റിച്ച്നെസ് കാണുന്നുണ്ട് മുഖത്ത്. ചേട്ടനും അതെ ആണല്ലേ? റിച്ച. അത് ചിലപ്പോ ഈ ഷോയൊക്കെ നന്നാവുന്നോണ്ടായിരിക്കും. ഇന്ന് സ്പൈക്ക് ചെയ്തില്ലേ? ഇല്ല, സ്പൈക്ക് ചെയ്യാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ലായിരുന്നു. പ്രേമം സ്റ്റൈലാണോ? മെന്റേഴ്സ് വെൽക്കം കുട്ടിക്കലവറ. കുഞ്ഞുങ്ങളെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? എത്ര ദിവസമുണ്ട് കുട്ടിക്കലവറ? സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയാണോ? നിങ്ങളുടെയൊക്കെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ ഇനി മുതൽ കുട്ടിക്കലവറയുടെ ഷൂട്ടിംഗ് ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ വെക്കുന്നുള്ളൂ. പോരെ? ഓ, പാരന്റ്സിന് എന്താ സന്തോഷം. അതല്ല ചേച്ചി, പാരന്റ്സ് കൈയടിച്ചു, കുട്ടികളുടെ മുഖം വാടി. അല്ല, അവരുടെ സന്തോഷം എന്തറിയോ? അവർക്ക് ഇനി നോട്ട്സ് ഒന്നും എഴുതണ്ട. കുട്ടികൾക്ക് സന്തോഷം, അവർക്ക് ക്ലാസ്സിൽ പോയി നോട്ട്സ് എഴുതണം. ഇനിയുള്ള ദിവസം സ്കൂളിൽ പോകണമല്ലോ എന്നുള്ള വിഷമാണ്. ഇനി എന്താ ചെയ്യാ? സങ്കടായോ എല്ലാവർക്കും? കുഞ്ഞു, സ്കൂളിൽ പോവാണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ ശനി ഞായറും മാത്രം ഷൂട്ട് വെച്ചതിന് എന്താ ചെയ്യാ? ഒരു കാര്യം പറയട്ടെ. സ്കൂളിൽ പോയ എനിക്ക് ശല്യം. ഓ, ഇവിടെ വന്ന് എനിക്ക് ശല്യമില്ല. അല്ല, അതിനെപ്പറ്റി പറയേണ്ടത് വേറൊന്നുമില്ല. സ്കൂളിൽ പോയാൽ ഇവന് ശല്യ, ഇവിടെ വന്നാൽ നമുക്ക് എല്ലാവർക്കും ശല്യ. കുഞ്ഞു പറയേ വെച്ചിട്ടുണ്ട്. കുഞ്ഞുവിന്റെ അടുത്താ പറഞ്ഞത്. അതെന്താ? അറിയാതെ ചോദിച്ചു പോയി ഞാൻ. എന്നാലും അങ്ങനെ കുട്ടികളോട്, കൊച്ചു കുട്ടികളോട് അങ്ങനെ ചീത്തക്കാരും ചോദിക്കാൻ കൊള്ളാമോ? സ്കൂളിൽ പോവാൻ പാടില്ലേ ചോദിക്കാൻ? ചീത്തക്കാരിയാണോ? പക്കുറിച്ചേട്ടനും അങ്ങനെ ചീത്ത ആളാവുന്നു. പിന്നെ മൊത്തം ചീത്തയാണോ? പുള്ളി വേറെ. ലോക സമസ്ത സുഖിനോ ഭവന്തു റൂട്ട് മാറി. ഞാൻ തുടങ്ങി, പക്ഷെ ഞാൻ തുടങ്ങി എന്തിനു വേണ്ടിയാണ്? ഒരു കാര്യം ഞാൻ പറയട്ടെ, പ്രേമി വിശ്വസിച്ചാലും കൊള്ളാം, വിശ്വസിച്ചില്ലേലും കൊള്ളാം, ഞാൻ അഭിനന്ദിന്റെ സെറ്റാ. അതാ നല്ലത്. പക്ഷെ കുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു, പക്രുച്ചേട്ടൻ ചീത്തയായാൽ ഈ ലോകം മുഴുവൻ ചീത്തയാവുന്നു. അല്ല, ഞാൻ പറയട്ടെ, പക്ഷെ അവനെ എതിർപ്പ് പ്രേമിയോട് മാത്രം. പക്രുച്ചേട്ടാ, എനിക്കറിയാം എന്നാത്തിനെ തുടങ്ങിയത്. ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം ഈ ലോകം കൂടി ചീത്തയാക്കാനല്ലേ തുടങ്ങിയത്. ആര്? പ്രേമി ചേച്ചി അല്ലേ? പിന്നെ പ്രേമിച്ചേച്ചി കഴിഞ്ഞിട്ട് കണ്ടോ എല്ലാം. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടുപേരുമാണ് ഈ ലോകം ചീത്തയാക്കുന്ന. അപ്പൊ പ്രേമി വസ്കു എന്നാ പ്രശ്നം? എന്താ പറയൂ. അനങ്ങാതിരിക്കുന്ന വസ്കു. അനങ്ങാതിരിക്കുന്ന വസ്തു അനങ്ങാതിരിക്കുന്ന വസ്തു ഒക്കെ ഇനി അനങ്ങി തുടങ്ങും പക്രുച്ചേന്റെ ശല്യം കാരണം അല്ലേ? ആ മഞ്ഞ ഷർട്ടിട്ട വസ്തു അല്ലേ? നമുക്ക് റൂട്ടങ്ങ് മാറ്റിയാലോ ചേട്ടാ? റൂട്ടങ്ങ് മാറ്റിയാലോ? ഒരു കാര്യം ചെയ്യാം, ഭീഷണി വന്ന സ്ഥിതിക്ക് നമുക്ക് ട്രാക്ക് മാറ്റി പിടിക്കാം. സമാധാനത്തിന്റെ പ്രതീകമായിട്ട് ബീന ഇവിടെ ഉണ്ട്, ബീനോട് ചോദിക്കാം. സമാധാനത്തിന്റെ മാടപ്രാവ്. അയ്യോ, മദർ തെരേസ എന്താ പറയണ്ടേ? പറഞ്ഞു തെരേസ എന്തെങ്കിലും പോരെ മാടപ്രാവേ. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? എന്റെ കുട്ടികൾ നല്ല കുട്ടികളല്ലേ, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് അങ്ങനെ ഇപ്പൊ കുസൃതിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, കുസൃതിയൊക്കെ കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഒരേപോലെ എന്റെ മക്കൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ കുഞ്ഞു പറഞ്ഞതുപോലെ ഇങ്ങനെ സ്കൂളിൽ പോകുന്നതിനെ പറ്റി ഇവരിപ്പോ എന്തെങ്കിലും പറയാറുണ്ടോ ചേച്ചിയോട്? അല്ല, ഇവർക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടാ. എനിക്ക് പ്രശ്നമില്ല, ഇഷ്ടമാണ്. മോൾക്കോ ഇഷ്ടാണോ? അവിടെ സ്ക്രീനിലേക്കാളും ഭയങ്കര ഇഷ്ടം. അവിടെ സ്ക്രീനില് ഈ ഇതൊക്കെ ഉണ്ട്, അവിടെ മറ്റേ മ്യൂസിക് ഒക്കെ കാണിച്ചു സ്ക്രീനില്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് സ്കൂളിൽ പോകാൻ. നാളെ മുതൽ സ്കൂളിൽ പോയാലോ?
അപ്പൊ പറഞ്ഞു സ്കൂളിൽ പോകാനാ ഇഷ്ടം എനിക്ക് ഇഷ്ടം. വേണ്ട, നാളെ മുതൽ സ്കൂളിൽ പോയാ മതി. വേണ്ടേ? അത് മതി. അവിടുത്തെ ക്ലാസ്മ മാത്രമാണ് ഇഷ്ടം. അവിടെ ന്യൂസ് കാണിക്കുന്ന ഒരു ഇതില് ഏറ്റവും ഇഷ്ടം കുട്ടിക്കളവറ. ദിയാമോൾക്ക് ഏറ്റവും ഇഷ്ടം കുട്ടിക്കലവറയാണ്. അജേട്ടാ, ബീന ചേച്ചി നമുക്കൊരു രസകരമായിട്ട് ഒരു പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? പോവണേ അവിടെ. ചേച്ചി ഇല്ലേ, ചേട്ടൻ കേക്കണം കേട്ടോ. അല്ല. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നപ്പം കാറിൽ ഒരു പാട്ട് കേട്ടു. ഓ അങ്ങനെ. ആ പാട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് തവണ കേട്ടു. അപ്പൊ നമുക്ക് ചേട്ടൻ കേക്കണ്ടേ? അല്ല, അത് ഏത് പാട്ടായിരുന്നു ബീനെ? നമ്മുടെ എന്ന് നിന്റെ മൊയ്തീനിലെ പാട്ട് ശാരദാംബരം. അത്രേ ഉള്ളൂ. സ്കൂളിൽ പോണ കാര്യം ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഒരു ഐഡിയ വെക്കുവാണ്. ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതായത് നമ്മൾ രാവിലെ 8 മണിക്ക് സ്കൂളിൽ പോകുന്നു, പോയിട്ട് 4 മണി വരെ സ്കൂൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം സ്കൂളിൽ തന്നെ കിടന്നുറങ്ങിയിട്ട് ശനി ഞായർ മാത്രം വീട്ടിലേക്ക് വരുന്നൊരു പരിപാടി. വണ്ടിയുടെ കാല് കുത്താൻ പോലും എനിക്ക് ഇഷ്ടമല്ല. സ്കൂളിൽ വണ്ടിയിൽ വണ്ടി പടിയിൽ എനിക്ക് കാല് കുത്താൻ പോലും ഇഷ്ടമില്ല. പിന്നെ സ്കൂളിൽ പോണം. എനിക്ക് മനസ്സിലായത്. ഞാൻ സ്കൂളിന്റെ കാര്യം പറഞ്ഞു. ഈ സ്കൂളുകളിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടിട്ട് സ്കൂളുകളിൽ ഇതുപോലെ പാട്ട്, തമാശകൾ, എന്തെങ്കിലുമൊക്കെ ആഹാരങ്ങൾ ഉണ്ടാക്കുന്നത്, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണോ? അങ്ങനെയാണോ ഇഷ്ടം അല്ലേ അദ്വൈതേ? അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമാണോ അദ്വൈതിന്? ചിന്തിക്കാൻ പറ്റില്ല. അത് പറഞ്ഞ് ബീനാമ്മയുടെ എന്താ പറയുന്നത്, അങ്ങ് ചിറകിന്റെ ഇടയിൽ ഒതുങ്ങി. എനിക്ക് ശരിക്കും സ്കൂളല്ല ഇഷ്ടം, എനിക്ക് ശരിക്കും കുട്ടിക്കളവറ ഏറ്റവും ഇഷ്ടം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്കൂള് വേണ്ട. ഞാൻ ശരിക്കും കുട്ടിക്കലവറ എന്ന് പറയുന്നത് ഒരു സർവകലാശാലയാന്ന് എനിക്ക് മനസ്സിലായി. എന്താ കുട്ടിക്കലവറ ഇഷ്ടമാവാൻ കാരണം എന്താ? അത് ഇവിടെ പ്രോഗ്രാം നന്നായി എനിക്ക് ഇഷ്ടായി. പിന്നെ പ്രോഗ്രാമിൽ ഈ കുറുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ മെന്റർ, ഈ നിൽക്കുന്ന ഈ സാധു സ്ത്രീ, പുള്ളിക്കാരി കുറുമ്പുകാരിയാണോ? അല്ല, പാവാണ്. അച്ഛൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന കാര്യം എന്താ? അച്ഛനും അമ്മയും ഒന്നും കള്ളം പറയില്ല. മുഴുവൻ കള്ളവും മോള് പറഞ്ഞു. അല്ല, അച്ഛൻ പറയല്ല വാങ്ങിച്ചിരുന്നു, ഒരിക്കലും വാങ്ങിച്ചില്ല. ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളാരോ എന്തോ എന്താ ഈ തലചൊറിയുന്ന എന്തിനാ? അതില്ല, അമ്മ നേരത്തെ പെയിന്റ് അറിയില്ല. എന്താണ് അമ്മേ? കുട്ടികളുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഇവിടെ വന്നിരിക്കുവല്ലേ? അദ്വൈത, സ്ഥിരം നിങ്ങൾ TV കാണുക, കാർട്ടൂൺ കാണുക എന്നൊക്കെ ഒരു പരാതി. കാർട്ടൂൺ കണ്ട് കണ്ട് കാർട്ടൂൺ പോലൊക്കെ കാണിക്കുന്നു പറയുന്നു, നേരാണോ? ഡോറാമോൻ അല്ല, ഡോറേമോൻ. ഡോറിമോൻ. അനുകരിക്കോ? ഡോറിമോൻ അനുകരിക്കോ? ഒന്ന് കാണിച്ചേ കേൾക്കാം. രണ്ടുപേരും കൂടെ കാണിക്ക്. മുझे बचाओ डोरेमोन, मुझे बचाओ. എന്നിട്ട് ജിയാനെ നോബിത അടിച്ചു. ഡോറേമോൻ ഗാഡ്ജറ്റ് ഡോ. എന്താ ഈ കഥ? ഡോറിമോൻ വേണ്ട എന്തോ ഫ്യൂച്ചറിന് ഒരു റോബോട്ട് വന്നു, അതിന്റെയാണ് ഈ കഥ. അല്ല, ഇതിൽ ഒരുപാട് ഹിന്ദിയൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചു ഇത് ആരാ പഠിപ്പിച്ചത്, അമ്മയാണോ? ഡോറിമോൻ കാർട്ടൂൺ കാണാറുണ്ട്, അത് കണ്ട് കണ്ട് പഠിച്ചു. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഒഴിവ് സമയങ്ങളിൽ റീന ബഷീറിന്റെ വീട്ടിൽ ട്യൂഷന് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം കാരണം അല്ലെങ്കിൽ ഇതുപോലെ നിർത്താതെ സംസാരിക്കാൻ, ഒരു വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് പോകാൻ അവൾക്ക് ഇതുവരെ അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല, ഇന്നാണ് കിട്ടിയത്. നമ്മുടെ കുട്ടിക്കലവറയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്ന ഒരു കാര്യമാണ് മേക്കപ്പ്. മേക്കപ്പിന്റെ വേറൊരു വകഭേദമാണ് ബ്യൂട്ടി പാർലർ എന്ന് പറയുന്നത്. ഈ സ്ത്രീകൾ എന്തിനാണ്, പെൺകുട്ടികൾ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോണത്? ദിയമോള് പറ. അത് പെൺകുട്ടികൾക്ക് ഇഷ്ടമായോണ്ട് ബ്യൂട്ടി പാർലർ ഇഷ്ടമാണ്.
ബ്യൂട്ടി പാർലർ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ചാരിയിരിക്കാൻ ചെയറില്ലേ അതിലിങ്ങനെ സുഖമായിട്ട് ഇരിക്കാം. അദ്വൈത് പറ, ബ്യൂട്ടി പാർലറിൽ പോകണം എന്തിനാ പെണ്ണ്? ഇപ്പൊ ബോയ്സിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ചില ഗേൾസ് വരും. അപ്പൊ ബോയ് ഫ്രണ്ടിനെ ഷൈൻ ചെയ്യാനായിരിക്കും, ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി. അതിനാണ് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. നീ എന്താ അത് പറയാ ഏട്ടനൊരു ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് കേൾക്കട്ടെ. പേര് ചിലപ്പോ ഒരു മെന്റർ ഒരാളായിരിക്കും. ഞാൻ രക്ഷപ്പെട്ടു. നീ ശരിക്കുള്ള പേര് പറയാന്ന് വിചാരിച്ചല്ലേ? ഇവള് പറഞ്ഞു അതിനകത്ത് ആ രഹസ്യം. ആരാ പ്രേമി? പറയട്ടെ കാല് പിടിക്കാം. പറയണോ? പറയണം. പറ മോള് പറ ആരാന്ന്. ഞാൻ ചോദിക്കുന്നത് സത്യമേ പറയാവുള്ളൂ, നുണ പറയരുത്. നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആരാ ബ്യൂട്ടി പാർലറിൽ പോയത്? നിന്നെ ആരോ നിന്റെ മനം കവർന്ന ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ടാണല്ലോ അവള് പറഞ്ഞ പെട്ടെന്ന് വാവുത്തി. ആമറൊന്നും ഒരിക്കലും അയക്കില്ല. എനിക്ക് എപ്പോഴും ഉമ്മ തന്നോണ്ടിരിക്കും. ഐ ലവ് യു, ഐ ലവ് യു. ഇതൊക്കെ ഞങ്ങളെ അമ്മമാരെന്ന് അറിയുന്നില്ലല്ലോ ഈശ്വര. എനിക്ക് ഈ പ്രോഗ്രാമിനിടയിൽ ഇപ്പൊ അഭിപ്രായങ്ങളൊക്കെ വരും, പറയുമല്ലോ അയ്യോ കുട്ടികളോട് ഇങ്ങനെ ഇതിനെ പറ്റിയൊക്കെ പറയുന്നതും അങ്ങനെയൊക്കെയുള്ള ക്രിറ്റിസൈസിങ് ഒക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഈ ചാനലും അതുപോലെ ഇവരൊരു വേറൊരു ജനറേഷനാണ്. ഇവരുടെ ആ ഇഷ്ടവും അല്ലെങ്കിൽ ഇങ്ങനെ പ്രേമം സ്നേഹം എന്നൊക്കെ പറഞ്ഞ് അവര് ചാനൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ടി വിയിൽ കാണുന്നത് മുഴുവൻ ഇതാ. അതുപോലെ സിനിമ കാണുമ്പോൾ അവര് എന്താണെന്നൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അവര് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴുള്ള ഒരു തമാശ, അത് നമ്മളിവിടെ ആസ്വദിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് സത്യസന്ധമായി അല്ലേ. ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ഞാൻ ചേച്ചി അങ്ങോട്ട് വിടുവാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. ഇന്നുണ്ടാക്കാൻ പോണ ഡിഷിന്റെ പേര് ജീല ആലു. ജീരാലു എനിക്ക് തോന്നുന്നത് ജീരകം ഇട്ട് കിഴങ്ങ് ഇട്ട് പുഴുങ്ങി തിന്നണം. അതിൽ ജീരകം വേണം, പൊട്ടറ്റോ വേണം, ഗീ വേണം, ഗ്രീൻ ചില്ലി വേണം, പിന്നെ ഉപ്പും വേണം. Rain falls, open your eyes, feel the sunshine drink in the sky, a cool night and refreshing vibe, soft and slow, let the water grow, sunshine's worlds collide, feel your body move side to side, drink it in then let it fly, cool and slow, let the water go. ഡിഷ് ജീരാലു ആണ്. പിന്നെ പേര് കേട്ടാലും പേടിക്കൊന്നും വേണ്ട, നമ്മുടെ പൊട്ടറ്റോ വെച്ചുള്ള ഡിഷാണ്. അപ്പൊ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ജീരാലു ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിക്കും. ഇന്ന് ഉണ്ടാക്കാൻ വന്ന ഡിഷിന്റെ പേര് ജീല ആലു ആണ്. അതിന് തക്കാളി, പൊട്ടറ്റോ വേണം, ഉപ്പ് വേണം, ജീരകം വേണം. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് ജീല ആലു. അതിന് മല്ലിയില വേണം, നാരങ്ങ വേണം, ജീരകം വേണം, പച്ചമുളക് വേണം, തക്കാളി. എൻ്റെ പേരുണ്ടായിരുന്നു ലെമൺ, പച്ചമുളക്, മല്ലിയില, ഉപ്പ്, ബോയിൽഡ് വാട്ടർ, അങ്ങനെയുള്ള സാധനങ്ങളും കൊണ്ടാണ് നമ്മുടെ ജീരാളം ഉണ്ടാക്കാൻ പോണേ. ഇന്നുണ്ടാക്കാൻ പോണ ഡിഷിൻ്റെ പേര് ജീല ആലു. അതിന് ജീരകം വേണം, നാരങ്ങ വേണം, ഇന്നുണ്ടാക്കാൻ പോണ ഡിഷിൻ്റെ പേര് ജീല ആലു. അതിന് ജീരകം വേണം, നാരങ്ങ വേണം, മല്ലിയില വേണം,
പച്ചമുളക് വേണം. ഇന്നുണ്ടാക്കാമാണ് ഡിഷിൻ്റെ പേര് ജീല ആലു. അതിന് മല്ലിയില വേണം, നാരങ്ങ വേണം, ജീരകം വേണം, പച്ചമുളക് വേണം, ഉരുളക്കിഴങ്ങ് വേണം, ഗോൾഡ് വാട്ടർ വേണം, ഉപ്പ് വേണം, നെയ്യ് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീല ആലു ഉണ്ടാക്കാമെന്നാണ്. ഉണ്ടാക്കി കഴിയുന്നത് എങ്ങനെയുണ്ടെന്ന് പറയാം. പുറത്തിട്ട് അതിൻ്റെ കൂടെ അല്ലല്ലോടാ ഈ കിഴങ്ങ്. ഒരു കളറും ഇല്ലല്ലോ ഡിഷിന്. നോർത്ത് ഇന്ത്യൻ ഡിഷ് ഇത്. നോർത്ത് ഇന്ത്യൻ ഡിഷ്. പക്ഷെ കണ്ടാ അവിടെയൊക്കെ ചിലതിനൊക്കെ കളറില്ലാത്തതായിരിക്കും. അതായിരിക്കും ഇത്. എടാ എപ്പോഴും ഒന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന. ഞാൻ ജ്യൂസ് മേടിക്കാൻ ഇത് ജ്യൂസാ? പുതിയ ജ്യൂസ്, ഉപ്പ് ജ്യൂസ്, കൃഷ്ണമൂർത്തിയുടെ ജ്യൂസ്. ദേവനെന്താ എത്ര നേരം ഇത് പ്ലേറ്റിലൊന്നും വെക്കാതെ ഇതൊന്നും എത്ര നേരം ചെയ്തു. ഇതാവണ്ടേ? എന്നാ നീ ഇപ്പൊ എന്താ നീ എവിടെ ഒന്ന് ചെയ്യുക, ഞാൻ ഇങ്ങനെ പറയില്ല. എത്ര സമയമായാലും ഇതിങ്ങനെ ഇരിക്കും. കുറച്ച് ഉപ്പിട്ടോട്ടെ. കുറച്ച് വേണ്ട വേണ്ട, ഇപ്പൊ ഉപ്പുണ്ട്. നീ വേണേ ഉപ്പ് കഴിച്ചോ. എനിക്കൊന്നും ഇഷ്ടമല്ല. അയ്യോ ഇഷ്ടമില്ല. നീ കുറെ കഴിക്കാണല്ലോ. ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയട്ടെ. ആദ്യമേ കിഴങ്ങെടുത്ത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് എണ്ണ ഒഴിച്ചു, ജീരകം ഇട്ടു. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച് കിഴങ്ങ് ഇട്ടിട്ട് പച്ചമുളക് ഇട്ടു, പിന്നെ മല്ലിയില ഇട്ടു. എന്നിട്ട് ഇപ്പം ഇളക്കിക്കൊണ്ട് ഇരിക്കുവാണ്. ആദ്യം ജീരകം ഇട്ടൊന്ന് വഴറ്റണം, പിന്നെ പച്ചമുളക് ഇടണം, പിന്നെ നമ്മൾ അപ്പത്തേക്കും തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചേക്കണം ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഫ്രൈ ചെയ്തതാണ് ദേ ഈ കാണുന്നത്. കണ്ടില്ല? ഞാൻ ഇനി ഇതിലേക്ക് നാരങ്ങ ഒഴിക്കാൻ പോവാ. ദേവനത്തെ കരിയാതെ ഒന്നും പിഴിയട്ടെ. എന്നെ കൊണ്ട് പറ്റുന്നില്ല നാരങ്ങ പിഴിയാൻ. നാരങ്ങ പിഴിഞ്ഞാലും നാരങ്ങ പിഴിഞ്ഞില്ലെങ്കിലും പറ്റൂല. നാരങ്ങ പിഴിഞ്ഞിരിക്കണം. ഇതന്നെ പറയുന്നത്. ഞാൻ പിഴിഞ്ഞോളാം. ഇത് രണ്ടെണ്ണം.
ഇതാണ് ഞങ്ങളുടെ ജീരാലു. ഇത് നമ്മുടെ വലിയ ഏരിയൊന്നും വലിയ സാധനത്തിന് നമ്മുടെ കുട്ടികൾക്ക്, അതായത് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണത്. ജീരാലു നിങ്ങളെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വീട്ടിൽ തന്നെ നിങ്ങൾ മക്കൾക്ക് കൊടുക്കണം. എന്തൊരു മണം, സൂപ്പർ. എനിക്കിത് മണം കേട്ടിട്ടൊന്ന് തിന്നാന്ന് തോന്നുന്നു. എനിക്കൊന്ന് വിശക്കണം, എനിക്ക് വിശന്ന് വയറ് കാണുന്നു. ഒന്ന് കേട്ടെ പിന്നെ നോക്ക്, എന്നിട്ട് വേണം എനിക്ക് തിന്നാൻ. സൂപ്പർ ആയിട്ട് ഞങ്ങളുടെ ജീരാലു റെഡി. പക്ഷെ ഇച്ചിരി ജീരകം കൂടിപ്പോയി. എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് ശരിയായോ? ഇന്നത്തെ ജീരാലുടെ ഫസ്റ്റ് പ്രൈസ് ഞങ്ങൾക്കാണ്. ഭയങ്കര സന്തോഷമുണ്ട്, വളരെ അധികം സന്തോഷമുണ്ട് ഞങ്ങൾ, അല്ലേ? എനിക്കത്ര സന്തോഷം പോരല്ലോ. കനവിൽ കനവിൽ പറന്നുയരാൻ മിണ്ടാതെ മിണ്ടാതെ കുസൃതികളെ മഴവിൽ ചിറകിൽ പറന്നുയരൂ. എങ്ങാനും കണ്ടു നീ പുന്നാര തത്തമ്മേ, അങ്ങേതോ മണിമല മേലെ പുതിയ കതിരു തെളിഞ്ഞു. ഇന്നുള്ളിൽ പടരുകയാണ് മഞ്ചാടി ചേലുള്ള ഈ ധനക്ക് ധിമി താനെയാടുമൊരു കളിചിരികൾക്ക് കുറുമ്പിന്റെ മേമ്പൊടി നൽകി കുട്ടിക്കുറുമ്പന്മാർ നടത്തുന്ന വികൃതി കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ചെറുതും വലുതുമായ കുറുമ്പുകളുമായി നാളെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ കാന്താരിക്കുട്ടം വിട പറയുകയാണ്. നീയും